നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം വർക്കലയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 2 പേർ മുങ്ങി മരിച്ചു. മരിച്ചത് കൊല്ലം സ്വദേശികളായ അൽ അമീൻ, അൻവർ എന്നിവർ. തൃശൂരിൽ ട്രോളിംഗ് നിരോധനം മറികടന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കടലിൽ കുടുങ്ങി. കാറ്റിലും മഴയിലും പെട്ട് ബോട്ടിന്റെ എഞ്ചിന്റെ പ്രവർത്തനം നിലച്ചു. ബോട്ടിലുണ്ടായിരുന്ന 50 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. തിരുവനന്തപുരം മലയൻകീഴ് ക്ഷേത്രത്തിൽ ആനയോട് ക്രൂരത. കാലിലെ വ്രണം ചികിത്സിക്കുന്നില്ല, മതിയായ പരിചരണം നൽകുന്നില്ലെന്നും പരാതി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ ഉത്തര മലബാറിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പ്. മണ്ണുത്തി പീച്ചി റോഡിൽ മരം വീണ അപകടം തുടർക്കഥ. വഴിയരികിലെ വൻ മരങ്ങൾ മുറിച്ചു നീക്കുന്നില്ല. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് 18 മരങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം വർക്കല കാപ്പിൽ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 2 പേർ തിരയിൽപ്പെട്ട് മരിച്ചു. കൊല്ലം ഷീമാട്ടി സ്വദേശി അൽ അമീൻ, കൊട്ടാരക്കര സ്വദേശി അൻവർ എന്നിവരാണ് മരിച്ചത്. 2 മണിയോടെയായിരുന്നു സംഭവം. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ട്രോളിംഗ് നിരോധനം മറികടന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കടലിൽ കുടുങ്ങി. തൃശൂർ കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്നും 50 മത്സ്യത്തൊഴിലാളികളുമായി പോയ ബോട്ടാണ് കുടുങ്ങിയത്. കനത്ത കാറ്റിലും മഴയിലും പെട്ട് ബോട്ടിന്റെ എഞ്ചിന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. വിവരം ലഭിച്ചതിന് പിന്നാലെ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരാണ് തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത്. തൃശൂരിൽ ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിൽ പോയ 4 ബോട്ടുകളാണ് തുടർച്ചയായ ദിവസങ്ങളിൽ കടലിൽ കുടുങ്ങിയത്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ ശക്തമായ മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മഴക്കാലം തുടങ്ങിയതോടെ മരങ്ങൾ കടപുഴകി വീണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. എന്നിട്ടും അധികാരികൾ പാഠം പഠിക്കുന്നില്ല. തൃശൂർ KFRI ക്യാമ്പസ് റോഡിന് സമീപം അപകട ഭീഷണി ഉയർത്തുന്ന 18 മരങ്ങളുണ്ട്. ഇവ കണ്ടെത്തി പട്ടികയുണ്ടാക്കിയിട്ടും മാസം 1 കഴിഞ്ഞിട്ടും മുറിച്ചു മാറ്റാൻ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. മഴക്കാലം തുടങ്ങിയാൽ പീച്ചി മുത്തുണ്ണി റോഡിലൂടെയുള്ള യാത്ര ആശങ്ക നിറഞ്ഞതാണ്. എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന വൻമരങ്ങൾ. ഇക്കൊല്ലവും അപകടം പതിവ് തെറ്റിച്ചില്ല. ഈ മാസം 7-ന് 5 മരങ്ങളാണ് റോഡിന് കുറുകെ വീണത്. വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. കഷ്ടിച്ചുള്ള ഈ രക്ഷപ്പെടൽ എത്ര നാൾ? ഒരു ടൂറിസ്റ്റ് മേഖലയാണ്. പീച്ചിയിലേക്ക് പോകുന്ന മെയിൻ റോഡാണിത്. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണെങ്കിൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും കാണാനും വരപ്പംകെട്ട് വെള്ളച്ചാട്ടം കാണാൻ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അന്നേരം അവർക്കൊക്കെ ഭീഷണിയാണ് ഈ മരങ്ങൾ ഈ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ വർഷം ബസ് ഇങ്ങനെ പോകുമ്പോൾ വരപ്പംപാറ ബസ് സ്റ്റോപ്പിന്റെ അവിടെ മരം മറിഞ്ഞ് ബസ്സിന്റെ മേളിലേക്ക് വീണാണ്. ഡ്രൈവറുടെ ശ്രദ്ധ കൊണ്ടാണ് അന്ന് മരം വീഴാണ്ടിരുന്നത്. നമുക്ക് ഈ റോഡ് സൈഡിലുള്ള മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ അത് അപകട ഭീഷണിയാണ്. എപ്പോഴും അപകടത്തിലാണ് കാര്യങ്ങൾ. ഇന്ന് മഴ പെയ്താൽ ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം മരങ്ങൾ മറിഞ്ഞു വീഴും. വഴി ബ്ലോക്ക് ആവണം. വണ്ടികൾക്ക് പോകാനോ ഒക്കെ പേടിച്ചിട്ടാണ് ഇപ്പോൾ പോകണം എല്ലാവരും. നിരന്തര അപകടങ്ങൾ, ആരും മരണപ്പെട്ടില്ല എന്ന് മാത്രം. എന്നും വഴി ബ്ലോക്കാവും കാര്യങ്ങളാണ് ഇവിടെ പ്രശ്നങ്ങളാണ്. പ്രതിഷേധം ശക്തമായതോടെ റവന്യൂ മന്ത്രി കെ രാജനും ജില്ലാ കലക്ടർ VR കൃഷ്ണതേജയും ഉൾപ്പെടുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. ഭീഷണി ഉയർത്തുന്ന മരങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ KFRI അധികൃതരോട് ആവശ്യപ്പെട്ടു. അവരത് ചെയ്തു. പക്ഷേ ആഴ്ചകൾ പിന്നിട്ടിട്ടും മരങ്ങൾ വെട്ടിമാറ്റിയില്ല. പീച്ചി ഡാം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ കൊമ്പുകൾ മുറിക്കാനുള്ള നിർദ്ദേശവും വാക്കുകളിൽ ഒതുങ്ങി. 5 ദിവസം മുൻപ് KFRI വളപ്പിലെ മുളങ്കൂട്ടം കടപുഴകി വൈദ്യുതി കമ്പികൾക്ക് മേലെ പതിച്ചു. മഴ കനക്കുമെന്നിരിക്കെ ഇതിലൂടെയുള്ള യാത്ര കൂടുതൽ സാഹസമാവുകയാണ്. ന്യൂസ് 18 തൃശൂർ. കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ദേവികുളം താലൂക്കിലെ ദുരന്ത നിവാരണ പദ്ധതികളും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഊർജിതപ്പെടുത്തുന്നതിനുമായി യോഗം ചേർന്നു. മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ പുരോഗതി യോഗം ചർച്ച ചെയ്തു. അഡ്വക്കേറ്റ് A. രാജ MLA അധ്യക്ഷത വഹിച്ചു. ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ യോഗത്തിൽ പങ്കെടുത്തു. നിലവിൽ താലൂക്ക് കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമും എമർജൻസി റെസ്പോൺസ് ടീമും സജ്ജീകരിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്.
ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ മണ്ണിടിച്ചിൽ മൂലം കുറേ ആളുകളുടെ മരണം സംഭവിച്ചിട്ടുള്ളൊരു പ്രദേശം കൂടെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മണ്ണിടിച്ചിൽ ഉള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക, ഇങ്ങനെ ഡേഞ്ചറായിട്ടുള്ള ഒരു ഇതിൽ താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് മാറ്റി ക്യാമ്പിലേക്ക് മാറ്റുക. അപ്പോൾ ക്യാമ്പ് വില്ലേജ് അടിസ്ഥാനത്തിൽ ഓരോ സ്ഥലങ്ങളിലും ക്യാമ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ദേവികുളത്ത് ഒരു എമർജൻസി റെസ്പോൺസ് ടീം ഇവിടെ നേരത്തെ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിൽ റെഡിയാക്കിയിട്ടുണ്ട്. കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ പ്രവർത്തിക്കേണ്ട ചില ആളുകളുണ്ട്. KCB ആയിരിക്കാം, അല്ലാതെ വകുപ്പുകളായിരിക്കാം. അവരോടെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ കാലവർഷം എങ്ങനെ മറികടക്കണം, എന്തൊക്കെ മുൻകരുതൽ നമ്മൾ ചെയ്യണം എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് കുറേ തീരുമാനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി ദിൽഷ ഷെറിനാണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. വേങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. വൈദ്യരങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദിൽഷ ഷെറിന്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അതേസമയം പരപ്പനങ്ങാടി വള്ളിക്കുന്ന് മേഖലയിൽ മഞ്ഞപ്പിത്തം പടരുകയാണ്. കുറച്ചു ദിവസം മുമ്പ് ഒരു ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത 18 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു. അത് പടർന്ന് 400-ലധികം പേർക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടു. പരിസര പ്രദേശങ്ങളായ ചേലേമ്പ്രയിലേക്കും മഞ്ഞപ്പിത്തം പടർന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിലാണ്. ഇടുക്കി അടിമാലിയിൽ കേബിൾ TV ടെക്നീഷ്യൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. ആനച്ചാൽ മേരിലാൻഡ് സ്വദേശി റെന്നി ജോസഫാണ് മരിച്ചത്. ജോലിയിൽ ഏർപ്പെട്ടിരിക്കെ അപകടം സംഭവിക്കുകയായിരുന്നു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാലിൽ മുറിവേറ്റ നിലയിൽ മണ്ണാർക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെച്ചു. മുറിവ് കാരണം കാട്ടാനയ്ക്ക് കൂടുതൽ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. മുറിവ് ഭേദമായ ശേഷം കാട്ടിലേക്ക് കയറ്റിവിടുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്ന ആനയുടെ കാലിൽ വ്രണം. വല്ലഭൻ എന്ന ആനയുടെ കാലിലാണ് വ്രണം. പരിചരണത്തിന്റെ കുറവ് കൊണ്ടാണ് വ്രണം ഉണ്ടായതെന്നാണ് പരാതി. മദപ്പാടിനെ തുടർന്ന് 2 മാസമായി തളച്ചിട്ടിരിക്കുകയായിരുന്നു. തുടർച്ചയായി ചങ്ങല ഉരഞ്ഞ് മുറിവുണ്ടാവുകയായിരുന്നു. മലപ്പുറം തിരൂരിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയ കുറ്റിച്ചിറ സ്വദേശി ഹംസയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. ഒരാളെ അറസ്റ്റ് ചെയ്തു. താനൂർ സ്വദേശി ആബിദാണ് അറസ്റ്റിലായത്. ആബിദും ഹംസയും തമ്മിൽ വാക്കുതർക്കം നടന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ രാവിലെയാണ് ഹംസയെ തിരൂരിലെ KG പടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആബിദിനെ താനൂരിൽ നിന്നാണ് പിടികൂടിയത്. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ കോങ്ങാട് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. പാലക്കാട് മണ്ണാർക്കാട് ആസ്ഥാനമായി 4 വർഷമായി പ്രവർത്തിക്കുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ പുതിയ ബ്രാഞ്ചാണ് കോങ്ങാട് നമ്പിയത്ത് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിയുടെ 13ാമത്തെ ബ്രാഞ്ചാണ് കോങ്ങാട് ആരംഭിച്ചത്. തിമില വിദ്വാൻ കോങ്ങാട് മധു, മണ്ണൂർ രാജകുമാരൻ ഉണ്ണി, പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ തുടങ്ങിയവരെയും കോങ്ങാട്ടെ മികച്ച കർഷകരെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും 14ാമത്തെ ഷോറൂം അടുത്ത മാസം തുറക്കുമെന്നും UGS MD അജിത് പാലാട്ട് പറഞ്ഞു. കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ട് കർഷകരെ സഹായിക്കുന്ന അല്ലെങ്കിൽ കർഷകർക്ക് സഹായകരമാവുന്ന ഒട്ടനേകം നല്ല പദ്ധതികൾ ആവിഷ്കരിക്കാൻ UGS തയ്യാറായി കഴിഞ്ഞു. ഓൾറെഡി നമുക്ക് അഗ്രികൾച്ചർ ഗോൾഡ് ലോൺ, അതുപോലെ കിസാൻ സ്വർണ്ണപ്പണയ വായ്പ, അതുപോലെ കാരുണ്യ സ്വർണ്ണപ്പണയ വായ്പ തുടങ്ങിയ ഒരുപാട് നല്ല സ്കീമുകൾ സാധാരണക്കാരായ ആളുകളെ അല്ലെങ്കിൽ കർഷകരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ UGS നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രശാന്ത് A, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ, കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു MP, UGS ഡയറക്ടർ അഭിലാഷ് പാലാട്ട്, ബ്രാഞ്ച് മാനേജർ NP അഫ്സൽ തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. മരത്തിൽ നിന്ന് വീണ് ഗൃഹനാഥൻ കിടപ്പിലായതോടെ ചികിത്സാ ചെലവുകൾക്കും വീട്ടുചെലവിനും പണമില്ലാതെ വിഷമിക്കുകയാണ് ഇടുക്കിയിലെ ഒരു നിർധന കുടുംബം. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് നെടുങ്കണ്ടം സ്വദേശി ബിനോയ് മരത്തിൽ നിന്ന് വീണത്.
3 വർഷം മുൻപാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ബിനോയ് കൂലിപ്പണിക്കിടെ മരത്തിൽ നിന്ന് വീണത്. വീഴ്ചയിൽ നട്ടെല്ലിന് പരിക്ക് പറ്റിയതോടെ മാസങ്ങളോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ജീവൻ തിരിച്ചുകിട്ടിയെങ്കിലും അരയ്ക്ക് താഴേക്ക് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ബിനോയ് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും ഇല്ലാതായി. ഏകദേശം ഒരു 10 മരത്തോളം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വലിയ മരത്തെ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് അടിച്ച് പൊത വെട്ടി ഇങ്ങനെ കയറിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ആ മണ്ടയിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു കമ്പിന് പിടുത്തം കിട്ടി. കമ്പെ പിടിച്ച് ഞാന്ന് കയറുന്ന സമയത്ത് കമ്പി ഇരിഞ്ഞു പോകുന്ന മരത്തിൻ്റെ വേരയിലൊക്കെ വന്ന് അടിച്ചു വീണു. മലക്കം വന്ന് വീണ് നട്ടിൽ പൊട്ടി. കൂലിപ്പണി ചെയ്താണ് ബിനോയ് കുടുംബം പുലർത്തിയിരുന്നത്. വരുമാനം ഇല്ലാതായതോടെ കുടുംബം പട്ടിണിയിലായി. വീടിന് വാടക കൊടുക്കാനും മരുന്ന് വാങ്ങാനും ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടണം. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികൾ ഉള്ളതിലും ബിനോയ് തളർന്നു കിടക്കുന്നതിനാലും ഭാര്യ സിന്ധുവിന് ജോലിക്ക് പോകാനും കഴിയില്ല. 3 വർഷത്തോളമായി ചികിത്സയുടെ ഭാഗമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. കോട്ടയത്ത് പോയി ഫിസിയോതെറാപ്പി ചെയ്യും. അങ്ങനെ പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇപ്പം പോകാതെ ഇരിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ കൂടുതലായി കഴിയുമ്പോൾ ശ്വാസം മുട്ടും. അപ്പം പിന്നെ ഒരാഴ്ച ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകും. പിന്നെ തിരിച്ചതേപോലെ വരും ഗവൺമെന്റ് ആശുപത്രി. മാസങ്ങളോളം തുടർ ചികിത്സ നൽകിയാൽ ബിനോയ്ക്ക് നടക്കാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അത്യാവശ്യ ചികിത്സ പോലും ചെയ്യാനാകുന്നില്ല. 12 സെന്റ് ഭൂമി മാത്രമാണ് ഇവർക്ക് സ്വന്തമായുള്ളത്. ചെറിയ വീടെന്ന സ്വപ്നവും ഈ കുടുംബത്തിന് അവശേഷിക്കുകയാണ്. ഭാരിച്ച ചെലവ് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ സുമനസുകളുടെ സഹായം തേടുകയാണ് കുടുംബം. ന്യൂസ് 18 ഇടുക്കി. യാത്രാ വിവരണത്തിന് ചിത്രകല മാതൃകയാക്കുകയാണ് 3 ചിത്രകാരന്മാർ. നേപ്പാൾ യാത്രയിൽ കണ്ട കാഴ്ചകളാണ് ക്യാൻവാസിൽ പതിഞ്ഞത്. യാത്രാനുഭവങ്ങൾ പുസ്തകമാക്കി മാറ്റി അനുഭവപ്പെടുത്തിയ എഴുത്തുകാർ നിരവധിയാണ്. എന്നാൽ യാത്രയിൽ കണ്ട കാഴ്ചകൾ വരച്ച് രേഖപ്പെടുത്തുന്നവർ അപൂർവമാവും. വടകര സ്വദേശികളായ ജഗദീഷ് പാലയാട്ട്, KV ശ്രീജേഷ്, കോഴിക്കോട് സ്വദേശി ശ്രീകുമാർ മാവൂർ എന്നിവരാണ് നേപ്പാൾ സന്ദർശനാനുഭവങ്ങൾ ചിത്രങ്ങളായി രൂപപ്പെടുത്തിയത്. തത്സമയം വരച്ച 55 ചിത്രങ്ങൾ ഉൾപ്പെടെ 70 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ വാട്ടർ കളറിലൂടെയാണ് ചിത്രങ്ങളെ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ഒരു മീഡിയം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മീഡിയം എന്നുള്ള രീതിയിലാണ് അത് സെലക്ട് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും അവിടെ കിട്ടിയ സന്ദർഭങ്ങളൊക്കെ തന്നെ ഞങ്ങൾ സ്ട്രീറ്റിൽ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വാട്ടർ കളർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വിനിയോഗിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ സാംസ്കാരിക വിനിമയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മാർച്ചിലായിരുന്നു യാത്ര. കാഠ്മണ്ഡു മുതൽ സാരംഗോട്ട് വരെയായിരുന്നു സഞ്ചാരം. നേപ്പാളിലെ പ്രകൃതി ഭംഗിയും തെരുവുകളും ജനങ്ങളുമെല്ലാം ചിത്രങ്ങളായി. വടകരയിൽ ഇവരുടെ പ്രദർശനം ഇപ്പോൾ നടക്കുന്നുണ്ട്. തുടർന്ന് കോഴിക്കോടും ഈ സഞ്ചാര ചിത്രകല പ്രദർശനത്തിന് വയ്ക്കും. ന്യൂസ് 18 വടകര. മലബാറിലെ ആദ്യകാല കുടിയേറ്റ കർഷകനും കേരള കോൺഗ്രസ് നേതാവുമായിരുന്ന TJ ദേവസ്യ അന്തരിച്ചു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മലപ്പുറത്തെ കുടിയേറ്റ മേഖലയിൽ താഴത്തേൽ പാപ്പനെന്നായിരുന്നു ദേവസ്യ അറിയപ്പെട്ടിരുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ മലപ്പുറം ജില്ലയിലെ ആദ്യകാല നേതാവും മലയോര മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച വ്യക്തിയുമാണ് ദേവസ്യ. നിലമ്പൂരിലെ മലയോര മേഖലയിൽ പോലീസ് സ്റ്റേഷൻ, സബ് ട്രഷറി, മലയോര റോഡുകൾ, സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്നിവ പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ചത് ഇദ്ദേഹമാണ്. കേരള കോൺഗ്രസ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. കോട്ടയം കുറുവിലങ്ങാട് ജനിച്ച ദേവസ്യ 1970-ലാണ് കരുവാരക്കുണ്ടിലേക്ക് കുടിയേറിയത്. സംസ്കാരം ചൊവ്വാഴ്ച കരുവാരക്കുണ്ട് തിരുക്കുടുംബ ദേവാലയത്തിൽ നടക്കും. ഇടുക്കിയിൽ പാമ്പുകടിയേറ്റ് വീട്ടമ്മ മരിച്ചു. രാജാക്കാട് സ്വദേശിനി ശോഭനയാണ് മരിച്ചത്. വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നും മുട്ടയെടുക്കാൻ ശ്രമിച്ചപ്പോൾ പാമ്പ് കടിയേറ്റെന്നാണ് നിഗമനം. തളർച്ച തോന്നിയതിനെ തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടുക്കി കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം പഞ്ചായത്ത് അങ്കണത്തിൽ നടന്നു. 23 പേർക്കാണ് ഉപകരണങ്ങൾ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കിയത്. KCYM സംസ്ഥാന കമ്മിറ്റിയുടെ
ആഭിമുഖ്യത്തിൽ 3 ദിവസത്തെ പരിസ്ഥിതി പഠന ക്യാമ്പ് ഇടുക്കി നെടുങ്കണ്ടത്ത് ആരംഭിച്ചു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ക്യാമ്പ് നടക്കുന്നത്. കേരളത്തിലെ 32 രൂപതകളിൽ നിന്നായി 130 പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുത്തു. അരങ്ങ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവം വിജയികളെ കാസർഗോഡ് ജില്ലാ മിഷൻ ആദരിച്ചു. പിലിക്കോട് കരക്കകാവ് നടന്ന പരിപാടിയിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ജില്ലയിൽ നിന്നുള്ള വിജയികളെ അനുമോദിക്കുകയും വിവിധ കലാപരിപാടികളുടെ അവതരണവും നടന്നു. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, വലിയപറമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം, തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. CPMന്റെ അച്ചാരം പറ്റി തന്നെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിലുള്ള ചിലർ തന്നെ കാസർഗോഡ് തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കൊലച്ചോർ ഉണ്ടവരോട് സൗഹൃദം പോലും പാടില്ല എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞു. ശ്രീ ബാലകൃഷ്ണൻ പെരിയും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും തർക്കങ്ങളാണോ അതോ രാഷ്ട്രീയമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണോ? ഇവിടെ രക്തസാക്ഷികളോടൊപ്പമാണെന്ന് പറയുകയും കൊലയാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ ഗവൺമെന്റുമാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഞങ്ങളുടെ പാർട്ടി കൊലയാളികളുമായി സൗഹൃദം സ്ഥാപിക്കുന്നവരെ പോലും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പറയുന്ന സമീപനമാണ് എന്റെ പാർട്ടി. മനസ്സിലായോ? കല്യോട്ട രക്തസാക്ഷികൾ, ആ രക്തസാക്ഷികൾ KPCCക്ക് കൊടുത്ത പരാതി, ആ പരാതിയെക്കുറിച്ച് KPCC അന്വേഷണ കമ്മീഷൻ വെച്ചു. അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതിന്റെ അനന്തരഫലമായി KPCC നടപടി സ്വീകരിച്ചു. എന്താ നടപടി? രക്തസാക്ഷികളുടെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങളുടെ പാർട്ടി. കോൺഗ്രസ് പാർട്ടി രക്തസാക്ഷികളോടൊപ്പമാണ്, അവരുടെ കുടുംബത്തോടൊപ്പമാണ്. കൊലയാളികളുമായി സൗഹൃദം പങ്കുവയ്ക്കുന്ന ആരായാലും, അവർ എത്ര ഉന്നതരായാലും, അവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്നുള്ളൊരു മെസ്സേജാണ് കോൺഗ്രസ് പാർട്ടി കൊടുക്കുന്നത്. ആ മെസ്സേജിനോടൊപ്പമാണ് കേരളത്തിലെ കോൺഗ്രസ്, കാസർകോട്ടെ കോൺഗ്രസ്. ഞങ്ങൾ കേരളത്തിലെ KPCC അഭിനന്ദിക്കുന്നു. കാരണം ഒരു ഭാഗത്ത് കൊലയാളികളെ രക്ഷപ്പെടുത്താനുള്ള അവസാനത്തെ ശ്രമം നടത്തുമ്പോൾ ഇവിടെ കൊലയാളികളുമായി സൗഹൃദം പങ്കുവെക്കുന്നവനെ പോലും വെച്ചു പൊറുപ്പിക്കില്ല എന്നൊരു സമീപനം ഇപ്പുറത്ത്. ഈ സമീപനം അതാണ് മുഖ്യം. ആ സമീപനത്തിൽ KPCC ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതിനപ്പുറത്തോട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാൻ ഞാനില്ല. മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ താൻ തോൽക്കുമെന്ന് നിഷിദ്ധ താൽപര്യത്തോടെ ചിലർ ബോധപൂർവം പ്രചരിപ്പിച്ചു. അതിന്റെ നേട്ടം എന്താണെന്ന് പ്രചാരണം നടത്തിയവർക്കറിയാം. തനിക്കെതിരെ വാർത്ത നൽകി പണം കൈപ്പറ്റിയവർ വരെയുണ്ടെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. റാൻഡം സർവേ നടത്തിയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും അല്ലെങ്കിൽ മുഴുവൻ വോട്ടർമാരെ ഒരുമിച്ച് കാണാനുള്ള ഒരു പ്രായോഗിക സംവിധാനങ്ങളൊന്നുമില്ല. സ്വാഭാവികമായി അവർ ആ റാൻഡം സർവേയിൽ തെരഞ്ഞെടുത്ത ആളുകൾ താങ്കൾക്ക് എതിരായ അഭിപ്രായം പറഞ്ഞവരായിരിക്കാം. അത് വിലയിരുത്തിക്കൊണ്ടായിരിക്കാം സർവേ നടത്തിയ ഏജൻസി അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയത്. അതൊരിക്കലും അതുകൊണ്ടാണ് അതൊരു സാധ്യത മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു നിക്ഷിപ്ത താല്പര്യം. രാജ്മോഹൻ ഉണ്ണിത്താൻ തോൽക്കണമെന്ന് പൊതുജന മധ്യത്തിൽ അറിയിക്കേണ്ട ഒരു താല്പര്യമുണ്ട്. കാര്യം ഏതെങ്കിലും ഒരു വോട്ടർ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നെങ്കിൽ ആ വോട്ട് നഷ്ടപ്പെടുത്താൻ ബോധപൂർവമാണ് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ്. പക്ഷേ കാസർകോട്ടെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചൊരു സർവേ നടത്തിയാൽ ഒരാൾ പോലും ഞാൻ തോക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ചിലത് കഴുതക്കാമം കരഞ്ഞു തീർക്കുന്ന പോലെ ചിലർ കരഞ്ഞു തീർക്കാം. പക്ഷെ ചിലർക്ക് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യം എന്താണ് നിറവേറ്റപ്പെട്ടതെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ലോ, നിങ്ങൾക്കെല്ലാം അറിയാവൂ. നിങ്ങൾ അങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താൻ തോറ്റു പോകുന്ന പല ആവർത്തി നിങ്ങളുടെ ചാനൽ പറഞ്ഞല്ലോ. നിങ്ങളുടെ ചാനലിന്റെ ബിജു ഒരിക്കലും പറയില്ല. കാര്യം അയാള് എന്നോട് എപ്പോഴും എന്താ പറയുന്നത് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് അവിടുത്തെ ബ്യൂറോ ചീഫ് ഉണ്ടല്ലോ, നിങ്ങളുടെ ബ്യൂറോ ചീഫ്, അയാൾക്ക് അവിടുത്തെ വികാരം നന്നായിട്ട് അറിയാം. അയാൾ പറഞ്ഞു സാർ 1 ലക്ഷം വോട്ട് ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ ചാനൽ പറയുന്നു ഞാൻ ദയനീയമായി തോറ്റു. ഞാൻ നിങ്ങളുമായിട്ടൊരു ഞാൻ നിങ്ങളോട് പറഞ്ഞു, കാസർകോട്ട് ജനങ്ങളുടെ ഇടയിൽ സർവേ നടത്തിയാൽ ഒരു സർവേയിൽ ഞാൻ തോക്കുമെന്ന് പറയില്ല. അപ്പോ മറ്റു ചില താല്പര്യങ്ങളാണ് ഈ സർവേയുടെ അത് ഞാൻ മനസ്സിലാക്കുന്നു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നു. മനസ്സിലായോ? രാജ്മോഹൻ ഉണ്ണിത്താൻ ഡാൻ കുര്യന് നൽകിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാം ഇന്ന് രാത്രി 8 മണിക്ക്. മറ്റു വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിക്കെതിരെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും വിമർശനം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശൈലി തിരുത്തണമെന്ന ചർച്ചയിൽ
കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ധനകാര്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു. തുടക്കത്തിൽ പിന്തുണ നൽകിയ വെള്ളാപ്പള്ളി പിന്നീട് നിലപാട് മാറ്റേണ്ടി വന്നതിന് പിന്നിൽ ED ഉപയോഗിച്ചുള്ള സമ്മർദ്ദമാണെന്ന് തന്നോട് തുറന്നു പറഞ്ഞതായി AM ആരിഫ് പറഞ്ഞു. വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ആരിഫും കമ്മിറ്റിയിൽ സ്വീകരിച്ചത്. ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെ ശൈലിയും മന്ത്രിമാരുടെ പിടിപ്പുകേടുമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണമെന്ന വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ തിരുത്തലുണ്ടായേ മതിയാകൂ. വിവിധ വകുപ്പുകൾക്കെതിരെ വിമർശനം ഉയർന്നെങ്കിലും രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നത് ധനകാര്യ വകുപ്പിനാണ്. ക്ഷേമ പെൻഷനടക്കം നൽകാൻ കഴിയാതെ വന്നത് വകുപ്പ് മന്ത്രിയുടെ കഴിവുകേടാണെന്ന ആക്ഷേപം ചർച്ചയിൽ ഉയർന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനവും പിന്തുണയും കമ്മിറ്റിയിലുണ്ടായി. LDF സ്ഥാനാർത്ഥി കൂടിയായിരുന്ന AM ആരിഫ് വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കമ്മിറ്റിയിൽ സ്വീകരിച്ചത്. വെള്ളാപ്പള്ളി മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ സഹായിച്ചിട്ടുള്ള ആളാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കണ്ടപ്പോഴും പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിച്ചതിനൊപ്പം ശോഭാ സുരേന്ദ്രനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. രണ്ടാം തവണ കണ്ടപ്പോൾ ED ഉപയോഗിച്ചുള്ള കേന്ദ്ര സമ്മർദ്ദം തനിക്കുമേലുണ്ടെന്ന് വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞതായി ആരിഫ് പറഞ്ഞു. കായംകുളത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടെന്നും വിമർശനം വന്നു. G. സുധാകരനെതിരെ സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായെന്ന മാധ്യമത്തിൽ വന്ന തെറ്റായ വാർത്തയ്ക്ക് പിന്നിൽ ബോധപൂർവമായ ഇടപെടൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നടന്നിട്ടുണ്ടെന്ന് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സജി ചെറിയാൻ പറഞ്ഞു. കുട്ടനാട്ടിലെ സംഘടനാ പ്രശ്നം പരിഹരിക്കുന്നതിൽ ജില്ലാ സെക്രട്ടറിയുടെ ഇടപെടൽ ഫലം കണ്ടില്ലെന്ന കുറ്റപ്പെടുത്തലും കമ്മിറ്റിയിലുണ്ടായി. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. പീഡനക്കേസിൽ പുറത്താക്കിയ CPM നേതാവിനെ തിരിച്ചെടുത്തതിനെതിരെ ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായ തർക്കവും വിമർശനവും. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് പീഡനക്കേസ് പ്രതിയായ സജിമോനെ CPMൽ തിരിച്ചെടുത്തതിനെ ചൊല്ലി തർക്കമുണ്ടായത്. CC സജിമോനെ തിരിച്ചെടുത്ത പാർട്ടി തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ച LC യോഗത്തിൽ പങ്കെടുക്കാൻ സജിമോനും എത്തിയിരുന്നു. സജിമോനെ യോഗത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് തീരുമാനം റിപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു വിഭാഗം നിലപാടെടുത്തു. തർക്കത്തിനൊടുവിൽ സജിമോനെ യോഗത്തിൽ നിന്ന് ഇറക്കിവിട്ടു. CPM തിരുവല്ല ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇന്നലെ വൈകിട്ടായിരുന്നു ലോക്കൽ കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇടപെട്ട് പുറത്താക്കിയ സജിമോനെ സംസ്ഥാന കൺട്രോൾ കമ്മീഷനാണ് തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയത്. CPMനെതിരായ വിമർശനങ്ങളിൽ ഉറച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്റെ പരാമർശങ്ങൾ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും തിരുത്താനുള്ളത് തിരുത്തണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കണ്ണൂരിൽ നിന്നുള്ള സ്വർണം പൊട്ടിക്കലിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും കഥകൾ ചെങ്കൊടിക്ക് അപമാനമാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പ്രതികരിച്ചത്. എന്നാൽ വിമർശനം വ്യക്തിപരമല്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം CPI LDF വിടണമെന്ന UDF കൺവീനർ MM ഹസന്റെ പ്രസ്താവന ബിനോയ് വിശ്വം തള്ളി. സ്വർണം പൊട്ടിക്കലിൻ്റെ കഥകൾ, അധോലോക അഴിഞ്ഞാട്ടങ്ങൾ, അത് ചെങ്കൊടിയുടെ മാർഗ്ഗമല്ല. ചെങ്കൊടി അതിൻ്റെ പാർട്ടിയല്ല. കയ്യൂരിലും കരുവള്ളൂരിലും തെല്ലങ്കേരിയിലും മുനിയൻകുന്നിലും കാവമ്പായിലും ഉഞ്ചികത്തും തെലങ്കാനയിലും തേബാകയിലും ശൂരനാട്ടും എല്ലാം ഒരുപാട് മനുഷ്യർ ചോരകെടുത്തുണ്ടാക്കിയ പാർട്ടികളാണ്. അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കൊടിക്കുള്ളത്. ആ ചെങ്കൊടി തണലിൽ ഒരിക്കലും അധോലോക സംസ്കാരവും വളരാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്. ആ നിലപാട് CPIക്കും ഉണ്ട്, ആ നിലപാട് CPMനും ഉണ്ടാകാം. ചെങ്കൊടി ഇസ് ചെങ്കൊടി. ആ ചെങ്കൊടിക്ക് മഹത്തായ ആശയമുണ്ട്, മഹത്തായ മൂല്യമുണ്ട്, മഹത്തായ ലക്ഷ്യബോധമുണ്ട്. ആ ചെങ്കൊടിയെ അങ്ങനെ വെട്ടിമുറിക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ അവരുടെ വിധിയെഴുത്ത് നടത്തി കഴിഞ്ഞു. അത് പ്രകാരം ഞങ്ങളെ പിന്നാക്കി പോകുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ഞങ്ങളെ പറ്റി വിമർശനമുണ്ട്. ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കും. ഇതാണ് CPIയുടെ ബോധ്യം. പഠിച്ചിട്ട് ആവശ്യമായ തിരുത്തൽ നിർത്തണം. അത് തിരുത്തിക്കൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകും. LDF ആണ് ജനങ്ങളുടെ പക്ഷം. LDFിന്റെ ജനങ്ങൾക്ക് പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. ആ പ്രതീക്ഷ നിറവേറ്റുവാൻ വേണ്ടി ഇടതുപക്ഷം വരുത്തിയിടുന്ന തിരുത്തൽ തീർച്ചയായിട്ടും വരുത്തും. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി അച്യുത മേനോനാണെന്ന് ബിനോയ് വിശ്വം. EMS കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയെങ്കിലും മികച്ച മുഖ്യമന്ത്രി അച്യുത മേനോൻ തന്നെ. പിണറായി വിജയൻ എടുത്തു പറയപ്പെടേണ്ട മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. UDFിൽ പോകണമെന്ന അഭിപ്രായം പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. CPI LDFിൽ നിന്ന് നിലവിൽ വിടേണ്ട ആവശ്യമില്ല. എന്നാൽ ഇന്ത്യ മുന്നണി ഒരു യാഥാർത്ഥ്യമാണെന്നും ഭാവി നടപടികൾ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ശൈലിയെ ചുറ്റിപ്പറ്റി മാത്രമല്ല ചർച്ച നടക്കേണ്ടത്. മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന് പോരായ്മയായിരുന്നു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് CPI സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയത്.
KSRTC കണ്ടക്ടർക്ക് നേരെ യാത്രക്കാരന്റെ അക്രമം. ടിക്കറ്റ് എടുക്കാതെ ഇരുന്നത് ചോദ്യം ചെയ്തതിനായിരുന്നു KSRTC അടൂർ ഡിപ്പോയിലെ കണ്ടക്ടർ മനീഷിനെ യാത്രക്കാരൻ അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്തത്. ഇന്നലെ രാത്രി കായംകുളത്തു നിന്ന് അടൂരിനുള്ള അവസാന ബസ്സിലായിരുന്നു കയ്യേറ്റം. തൃശൂർ കൊടുങ്ങല്ലൂരിൽ SNDP ഓഫീസിന് നേരെ ആക്രമണം. SNDP നാരായണമംഗലം ശാഖയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഓഫീസിൽ സ്ഥാപിച്ച ഗുരുദേവ ചിത്രം നിലത്തെറിഞ്ഞ് തകർത്ത അക്രമികൾ ഓഫീസിന്റെ ജനൽ ചില്ലകളും തല്ലി തകർത്തു. ശാഖാ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ SNDP കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രതിഷേധിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് നിയമം ലംഘിച്ച് വിദ്യാർത്ഥികൾ വാഹനം ഉപയോഗിക്കുന്നതിനെതിരെ കർശന നടപടിയുമായി പോലീസ്. പട്ടാമ്പി, തൃത്താല മേഖലകളിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിൽ നിരവധി വാഹനങ്ങളും ലഹരി പദാർത്ഥങ്ങളും പിടികൂടി. രക്ഷിതാക്കളിൽ നിന്ന് പിഴയും ഈടാക്കി. പല കുട്ടികളും വീട്ടുകാരുടെ അറിവുണ്ടോ എന്ന് അറിയില്ല, നമുക്ക് അറിവോട് കൂടിയാണോ അല്ലയോ എന്നറിയില്ല, മോട്ടോർ സൈക്കിൾ, കാറ് വരെയുള്ള വാഹനങ്ങളായിട്ട് സ്കൂളിലേക്ക് വരുന്നു. ഇത് സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള വീടുകളോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കടകളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പാർക്കിംഗ് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. ഇന്നിവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ വാഹനങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ 6 കുട്ടികളും ബിലോ 18 ആണ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഇങ്ങനെയുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതിൻ്റെ RC ഓണറായിരിക്കും. മിക്കതും ഈ കുട്ടികളുടെ രക്ഷിതാക്കളായിരിക്കും. അതിഥി തൊഴിലാളിക്ക് മലേറിയയും ഡെങ്കിയും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കോഴിക്കോട് നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. 100 വീടുകളെ പ്രത്യേക ക്ലസ്റ്ററുകളാക്കി പ്രദേശത്ത് ഫോഗിങ്ങും പ്രത്യേക മരുന്നും തളിച്ചു. അതിഥി തൊഴിലാളി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ചുറ്റുമുള്ള വീടുകളിൽ നിന്നും രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. കൊതുക് ജന്യ രോഗങ്ങൾ തടയുന്നതിനുള്ള ക്യാമ്പയിന്റെ ഭാഗമായി ബുക്ക്ലെറ്റുകൾ വിതരണം ചെയ്തു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലാണ് ആരോഗ്യ പ്രവർത്തനം നടന്നത്. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണത്തോടനുബന്ധിച്ച് സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് IAS ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യ പുരോഗതിക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് നിർണായക പങ്കാണ് നിർവഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ AP ഷോജൻ കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകി. 200ഓളം ജീവനക്കാർക്കൊപ്പം വ്യവസായി ബോബി ചെമ്മണ്ണൂരും പങ്കെടുത്തു. ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ PG ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ അഡ്വൈസർ ജോസഫ് CF ISS മുഖ്യാതിഥിയായിരുന്നു. വിവിധ മത്സരങ്ങളിൽ സമ്മാനം നേടിയവർക്കുള്ള മെഡലുകൾ, സർട്ടിഫിക്കറ്റുകൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6605 രൂപ, പവൻ 52,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5510 രൂപ, പവന് 44,080 രൂപ. വെള്ളി ഗ്രാമിന് 93 രൂപ, കിലോഗ്രാമിന് 93,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.